റബ്ബിനോട് പറയാറുണ്ട്, എനിക്ക് അന്നം തരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ഭർത്താവും, ആ ഭർത്താവിന്റെ തൊഴിലിൽ നീ ബർക്കത്ത് ചെയ്യണമേ. ഏറ്റവും ഇത്തരത്തിലുള്ള സ്വീകാര്യമായ പ്രാർത്ഥന ഏതാണ്? സ്വഹാബിവര്യൻ ചോദിച്ചപ്പോ പരിശുദ്ധ പ്രവാചകൻ കൊടുത്ത മറുപടി എന്താ? സഹോദരിയെ ശ്രദ്ധിക്കണേ, നീ ഇത് മറന്നുപോയില്ലേ? ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തിയില്ലേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മണലാരണ്യത്തിൽ പഴുത്തുകൊള്ളുന്ന കുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ശരീരത്തിന്റെ വേദനകൾ മറന്നുകൊണ്ട് ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയതന്മാരില്ലേ, നമ്മുടെ ഭർത്താക്കന്മാരില്ലേ, നമ്മുടെ മക്കളില്ലേ, നമ്മുടെ കൂട്ടുകുടുംബാദികളില്ലേ, നമ്മുടെ സഹോദരന്മാരില്ലേ, അവരനുഭവിക്കുന്ന യാതനയിൽ നിന്ന്, അവർ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം നൽകാൻ വേണ്ടി, ഒരു മോചനം കിട്ടാൻ വേണ്ടി യജമാനനായ മനസ്സറിഞ്ഞ് പറയുന്ന ഒരു സെക്കൻഡിന്റെ ദിവസം നമ്മുടെ ദിവസത്തെ ഒരു ദിവസത്തെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സഹോദരി. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, കേൾക്കപ്പെടുന്ന പ്രാർത്ഥനയിലാണ് സ്വീകാര്യമായ പ്രാർത്ഥന ഏതെന്ന ചോദ്യത്തില് അല്ലാഹു പറഞ്ഞ മറുപടിയല്ല, അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് സഹാബിയോട്, പറന്ന നിസ്കാരങ്ങളുടെ ശേഷം നടക്കുന്ന പ്രാർത്ഥനയാണ് മോനെ. പറന്ന നിസ്കാരങ്ങളുടെ ശേഷം ആ സ്ഥലത്ത് തന്നെ നിസ്കാരം നിർവഹിച്ച് അല്ലാഹുവിലേക്ക് അടുത്ത് അവന്റെ മനസ്സും ശരീരവും അല്ലാഹുവിൽ സമർപ്പിച്ചതിന് ശേഷം നിസ്കാരത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്തിയിട്ട് തേടുന്ന പ്രാർത്ഥനയല്ലോ, അതിനോട് അവസരം കിട്ടുന്ന പ്രാർത്ഥന വേറെയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മമാരിത് ചെയ്തിരുന്നില്ലേ? നമ്മുടെ വല്യമ്മമാരിത് ചെയ്തിരുന്നില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് യജമാനനായ റബ്ബിലേക്ക് കൈയുയർത്തിയിട്ട് അവരതാ കലങ്ങിയ കണ്ണുകളോടെ, ഞാനുള്ള കണ്ണുകളോടെ, കണ്ണുകളിലൂടെ കണ്ണുനീർ ചാടിക്കൊഴുകിയിട്ട് അവരുടെ കുപ്പായം അവരുടെ ഉദവച്ചനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതെന്താ? മക്കൾക്ക് നന്ദിയായ അറിവ് പഠിയാൻ വേണ്ടി, മക്കൾ നല്ലവരായി ജീവിക്കാൻ വേണ്ടി, മക്കളെ കൊണ്ട് ഉപകാരം കിട്ടാൻ വേണ്ടി, ഭർത്താവിന് ബർക്കത്തുണ്ടാകാൻ വേണ്ടി, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾക്കെയും ഭർത്താവിനെയും കുടുംബാദികളുടെയും ഒക്കെ കാര്യങ്ങളിൽ കൈവിന് വേണ്ടി ദുആ ചെയ്യുന്ന സുന്ദരമായ പ്രാർത്ഥനയുടെ ആ ആത്മീയ നിയന്ത്രിച്ചുകൊണ്ട് സാഹചര്യത്തിൽ നമുക്ക് കാണാമായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയല്ല. നമ്മുടെ സഹോദരിമാർക്ക് അതിന് മനസ്സില്ല. കാരണമെന്താ? നിസ്കാരം നിർവഹിക്കുന്നത് തന്നെ ധൃതിയിലാണ്, നിസ്കരിക്കുന്നത് തന്നെ വളരെ വേദനയിലാണ്. കാരണം നിസ്കാരം വളരെ വൈകിപ്പോയാൽ, ധൈര്യം കൂടിപ്പോയാൽ ഞാനല്ലേ ഒരു രംഗമെങ്കിലും മിന്നി പറയുമല്ലോ എന്ന ഭീതിയാണല്ലോ ഉമ്മമാർക്ക്. ഇവിടത്തുകാരെ കുറിച്ചല്ല ഞാനിപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള സഹോദരിമാരെ കുറിച്ചാണ്. ഇവിടെ ഉള്ളത് അങ്ങനെയല്ല. ഇവിടെ ഉള്ള സഹോദരിമാരൊക്കെ വളരെ നല്ല മുസ്തയായ, നല്ല സ്വഭാവക്കാരായ, ജീവിയൊന്നും തുറക്കാത്ത, എപ്പോഴും തസ്ബീഹുമാലയൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി ദിക്റൊക്കെ ചൊല്ലി കഴിഞ്ഞു കൂടുന്ന സഹോദരിമാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പറയുകയും നിർവാഹമുണ്ട്. ഇതിൽ കൂടെ 2-3 ആളുകൾ ഞങ്ങൾക്ക് പോണല്ലോ, നമ്മൾ പോണ വഴിക്ക് നേരെങ്കിലും സ്ത്രീകൾ ഗരാവത്ത് ചെയ്യാനും നമുക്ക് കൂട്ടല്ല. അപ്പൊ ഇവിടുത്തെ സഹോദരിമാരൊക്കെ വളരെ നല്ല നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കഥയെ പറയാം. ഒരു ഇസ്ലാമാറിന്റെ അറിയിക്കുന്നതിന് മുമ്പിലാണ്, പ്രത്യേകിച്ച് വെള്ളി ശനി ഞായർ. അന്നത്തെ കാരണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മമാരെ ജീവിച്ചുകൊണ്ടില്ല. നിങ്ങൾ പറഞ്ഞോ എന്താ കാരണം? ഉമ്മമാര് മാത്രമല്ല, പ്രായമുള്ള വെല്ലിപ്പാര് വരെ, പ്രായം ചെയ്യുന്ന വെല്ലിപ്പാര് വരെ വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ചിരുത്തി, വീട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി നസ്തീഹമാല കല്ലിൽ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ചൊല്ലിക്കൊടുത്തിരുന്നു വെല്ലിപ്പ കഴിഞ്ഞ കാലത്ത്. സുബ്ഹാനല്ലാഹ്, പേരക്കുട്ടികൾ ഏറ്റുചൊല്ലും സുബ്ഹാനല്ലാഹ്, ഉറപ്പിങ്ങനെ ചൊല്ലിപ്പിക്കും. പിന്നെ അൽഹംദുലില്ലാഹ് ചൊല്ലും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖുർആൻ എടുക്കും.
യാസീനോടും നല്ല നല്ല കാര്യങ്ങളെയും നാരിക സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചിരുന്ന വല്യപ്പ ഇന്ന് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇസ്ലാമകളിൽ വീടിന്റെ ഉമ്മറപ്പാൽ പടിയിൽ വീടിന്റെ പൂമുഖത്തിരിക്കുന്നു. അവിടെയാണ് ചെയ്തിട്ടുള്ളത്, അവിടെയാണ് ടെലിവിഷൻ വെച്ചിട്ടുള്ളത്. ടെലിവിഷന് നേരെ അഭിമുഖമായിരിക്കുകയാണ്. കയ്യിൽ പ്രത്യേകമാലയ്ക്ക് പകരം റിമോട്ടിന്റെ കൺട്രോളാണ്, ടെലിവിഷന്റെ കൺട്രോളാണ്. അതിലെ ബട്ടണുകൾ അവർക്ക് പ്രത്യേകമാലയുടെ മണി മണിക്കേണ്ടതിന് പകരം ആ റിമോട്ട് കൺട്രോളറിലെ ഓരോ ബട്ടണുകളും ധരിച്ച് ആവശ്യമുള്ള ചാനലുകൾക്ക് വേണ്ടി ടെലിവിഷനിൽ കണ്ണുനട്ടുള്ള മനസ്സിലിരിക്കുന്ന വല്യപ്പയുടെ ദയനീയമായ വയമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച രാത്രി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ പോലും അതിനടിമയായിരിക്കുകയാണ്. ഇന്നെങ്ങാനും വെള്ളി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ ഉമ്മമാര് കാണുന്ന പത്രമാലാണെന്നത് പ്രസ്താവന പത്രത്തിലോ മറ്റോ വന്ന, അല്ലെങ്കിൽ ടെലിവിഷനിൽ ഒരു തേടി കാണിച്ച് ഇനി മുതൽ പത്രമാലില്ല എന്ന് ഒരു ന്യൂസ് ഇങ്ങനെ ഒരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കാണിച്ചാൽ നമ്മുടെ കുറെ ഉമ്മമാരാണ് അള്ളാഹു കാത്തിരിക്കുമാരാണ്. കാരണം എന്താ, അവര് വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാൻ ഒരാഴ്ച പത്രമാലിന് വേണ്ടി അല്ലേ? അവന്റെ അവസ്ഥ ഞാൻ വെറുതെ പറയണമെന്ന് ആവശ്യം. അതിന്റെ ഒരു ജ്വരം നമ്മെ പിടികൂടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ടവരെ, ഗൾഫിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിൽ പല വിധത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ട നമ്മുടെ ഉത്തരവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ നമുക്കെന്നെ നമ്മുടെ പ്രത്യേകതയുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൂടെ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മരണവും അനന്തര ജീവിതവും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ നീ വേദിയുടെ ഒഴുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മതത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താ? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. മരണം നിങ്ങൾക്ക് എത്തിപ്പെടുന്നതിന് മുമ്പേ, മരണം നിങ്ങളുടെ ശരീരത്തിൽ വന്ന് തീരുന്നതിന് മുമ്പേ, മരണം എന്ന ഒരു യാഥാർത്ഥ്യം ഒരു വേള നിങ്ങളെ പിടികൂടുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോ, അല്ലാഹു തന്ന സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, എനിക്ക് അപ്പൊന്നും തന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതത്തിന്റെ ഗതിയനുസരിച്ച്, ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഗതിയനുസരിച്ചുള്ള സമ്പത്ത് അല്ലാഹു അവന് നൽകുന്നുണ്ട്. അവന്റെ ജീവിതത്തെ താളം തെറ്റിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധനം അല്ലാഹു നമ്മുടെയൊക്കെ കൈകളിൽ നൽകുന്നുണ്ടല്ലോ. ഇന്ന് പട്ടിണിയില്ലല്ലോ, പരിവർത്തനമില്ലല്ലോ. എന്റെ കാരണം നമ്മുടെ ഒരു കുടുംബത്തിന് മതിയായത് ഒന്നുകിൽ തൊഴിലെടുക്കുക എന്നതിന് കൂലി കിട്ടിയിട്ട്, അല്ലെങ്കിൽ കച്ചവടത്തിലൂടെ ലാഭമായിട്ട് ഏതെങ്കിലും വഴി നമ്മുടെ ജീവിതത്തിന് പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായത് റബ്ബ് നമുക്ക് നൽകുന്നുണ്ടല്ലോ. ആ റബ്ബ് നമ്മോട് പറയുകയാണ്, അങ്ങനെ നാം നൽകുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. നിങ്ങൾക്ക് മരണം എത്തിപ്പെടുന്നതിന് മുമ്പ് കാരണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, റബ്ബിന്റെ പരിശുദ്ധമായ വചനങ്ങൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, മരണം എത്തിപ്പെടുന്നതിന് മുമ്പ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്നെ ഒന്ന് ചിന്തിച്ചിടുമോ എന്ന് നിങ്ങൾ